പാർട്ടി നടത്തുന്ന കാര്യം അശ്വമോള് പറഞ്ഞോ നാത്തൂനെ? ഇല്ല, പറഞ്ഞില്ല. അതെന്താ അവള് പറയാത്തത്? നമ്മൾ വിളിക്കാത്ത എന്താ? പേടിച്ചിട്ടായിരിക്കും. നിങ്ങൾ ചെന്നാൽ ഏത് വലിയ പാർട്ടിയും കൊളാവൂന്ന് അവൾക്കറിയാം. എങ്കിലും അങ്ങനെ അല്ലല്ലോ. ആ, ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് നടത്തുന്നാവുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അതല്ലേ അതിന്റെ ഒരു ശരി. ശരിയാ. അതെ, അതെന്തു പണി ആശുമോള് കാണിച്ചത്? വലിയ നാണക്കേടായി പോയി നാത്തൂനെ. അതെ, കാര്യം എന്താണെന്നറിയാതെ നിങ്ങൾ എടുത്തു ചാടരുത്. അവള് വിളിച്ചില്ലെങ്കിൽ അതിന് അതിന്റേതായ കാര്യങ്ങളുണ്ടാവും. അങ്ങനെയല്ലല്ലോ ദേവാ. ഏതു നേരവും അവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞോണ്ടിരുന്നിട്ട് ഇത് പറയാതിരുന്നത് വളരെ മോശമായി പോയി. അതെ, പാവ അമ്മയപ്പച്ചി. നിങ്ങളുടെ തനി സ്വഭാവം അക്ഷിതക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞു. അതാ ഒഴിവാക്കി നിർത്തിയത്. ചമ്മി ചമ്മി, രണ്ടുപേരും ശരിക്കും ചമ്മി. മതി, നീ കൂടുതൽ കളിയാക്കണ്ട. നിർത്തബി, വെറുതെ അവരെ ദേഷ്യം പിടിപ്പിക്കണ്ട. കുറച്ച് ദേഷ്യം പിടിച്ചോട്ടെ. എന്തൊക്കെ ജാടയായിരുന്നു രണ്ടുപേർക്കും, അല്ലടാ? ഇന്ദ്രപ്രസ്ഥം വീട്ടിലുള്ള കാര്യങ്ങൾ അവരുടെ തലയിലൂടെ നടക്കുന്നു എന്നുള്ള ഭാവമായിരുന്നല്ലോ. നല്ലൊരു പണിയാ കിട്ടിയത്. എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അക്ഷിതയും താരയുമായിട്ട് ചേർന്ന് എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സിക്യൂഷനാ ഇങ്ങനൊരു പാർട്ടി ഇവിടെ വെക്കുന്നത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. താരയ്ക്ക് പൂർണിമേച്ചയോട് വലിയ ദേഷ്യവും അസൂയയും പകയൊക്കെ ഉണ്ട്. അതെല്ലാം തീർക്കാൻ അക്ഷിതയെ അവര് നന്നായിട്ട് ഉപയോഗിക്കുക. നമുക്കെന്തായാലും ഈ പാർട്ടി തടയാൻ പറ്റില്ല. എന്നാലും താര എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റണം. അവരിനിയും പൂർണിമേച്ചയും ധോനിമോളെയും വേദനിപ്പിക്കാതെ നോക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ശ്രമിക്കാം. പിന്നെ പാർട്ടി ഇവിടെ വെച്ച് നടത്തുമ്പോൾ താരയ്ക്ക് അങ്ങനെ വലിയ സീനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം പുറത്തുനിന്നൊരു ശത്രു വന്ന ഇന്ദ്രപ്രസ്ഥത്തിലുള്ളവരെല്ലാം ഒറ്റക്കെട്ടാവും. താര ഒറ്റപ്പെട്ടു പോവും, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ താര ഒരിക്കലും നേരിട്ടൊരു ഏറ്റുമുട്ടലും നടത്തില്ല. നമ്മൾ ചിന്തിക്കാത്ത എന്തെങ്കിലും ഒരു പ്ലാൻ ആവും അവരുടെ കയ്യിലുണ്ടാവുക. എന്തായാലും നമുക്ക് നോക്കാം. അവരൊന്ന് പാർട്ടിയൊക്കെ തുടങ്ങി എന്താ അവരുടെ പരിപാടി എന്ന് അറിയട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ഇടപെടേണ്ടി വന്നാ ഇടപെടാം.